കൊച്ചി ഇടപ്പള്ളിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ ആക്രമിച്ച സംഭവത്തിൽ ശക്തമായ നിലപാടുമായി സ്റ്റേറ്റ് അസോസിയേഷൻ ഓഫ് പ്രൈവറ്റ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി ഭാരവാഹികൾ പോലീസിനെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്നും കേരള പോലീസ് സേനയ്ക്ക് തങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹബീബ് റഹ്മാൻ, സംസ്ഥാന ട്രഷറർ റെജി മാത്യു, രക്ഷാധികാരി ശിവൻകുഞ്ഞ്, PRO കെ പത്മരാജൻ, രാകേഷ് മംഗലപ്പിള്ളിയിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്റ്റേറ്റ് അസോസിയേഷൻ ഓഫ് പ്രൈവറ്റ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി എന്നുള്ള സംഘടനയാണ്. മേജർ രവി സാറാണ് അതിൻ്റെ പ്രസിഡന്റ്. സാറിന്ന് സ്ഥലത്തില്ലാത്തതുകൊണ്ട് പങ്കെടുക്കാത്തത്. കഴിഞ്ഞ ദിവസം എടപ്പള്ളി മരൂട്ടിച്ചോടിൽ സെക്യൂരിറ്റി ജീവനക്കാർ പോലീസിനെ മർദ്ദിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നൊരു വിശദീകരണം തരാനാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. ഈ അറസ്റ്റ് ചെയ്ത 5 പേരിൽ 4 പേരും ഇപ്പം കമ്പനിയിൽ ജോലി ചെയ്യുന്നവരല്ല. 1 വർഷം മുമ്പൊക്കെ പിരിഞ്ഞു പോയ ആളാണത്. അവർ ഒത്തുകൂടിയതാണ്. ഒരാൾ മാത്രമേ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അയാളെയും കമ്പനി ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഞങ്ങളുടെ സംഘടന 2020 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ എല്ലാവരും ബോധവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു മേഖലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നൊരു മേഖല കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾ വരെ ഒരുപാട് കേസുകളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായിട്ടത് കൊടുക്കണം. കാരണം ഇപ്പോൾ ഹോം സ്റ്റേഷനിൽ നിന്നാണ് മിക്കവാറും ഇത് ഇഷ്യൂ ചെയ്യുന്നത്. വേറെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ആളാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് സെക്യൂരിറ്റി ഏജൻസി ഓണേഴ്സിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ വഴിയാണ്. അത് ഇന്ത്യയിൽ എവിടെ കേസ് ഉണ്ടെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ ഈ പോലീസ് വെരിഫിക്കേഷൻ ആ രീതിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽസ് ആണോ എന്ന് നമുക്ക് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ പോലീസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അത് വരെ ഹോം സ്റ്റേഷനിൽ നിന്ന് ജോലിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ പല സ്റ്റേഷനിൽ നിന്നും അത് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റായിട്ട് വരുന്നവർ വരെ കേസുകളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ മയക്കുമരുന്നിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ടാണ് പോലീസ് ഒന്നും നോക്കാതെ അവർ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഇതിന് ഈ മയക്കുമരുന്നിനെതിരെയൊക്കെ ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും യോദ്ധാവ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ ഉൾപ്പെടുത്തി ഞങ്ങളത് പോലീസിന് ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാനും, കാരണം ഫ്ലാറ്റുകളിലൊക്കെയാണ് ഇത് കൂടുതലും നടക്കുന്നത്, ഇതിൻ്റെ മയക്കുമരുന്നിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ പോലീസായിട്ടൊരു സഹകരിച്ച് സെക്യൂരിറ്റി ഗാർഡുകൾ വിവരം കൊടുക്കുന്നൊരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നാഗരാജു സാറ് കമ്മീഷണറായിരുന്നപ്പോൾ സാറ് ഞങ്ങളായിട്ട് ഞങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി ആയിരുന്നു നാഗരാജു സാറിന് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ എല്ലാ പരിപാടികളും ഒക്കെ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഇതിൽ ഈ ഏജൻസികൾക്കും കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന കുറേ ഏജൻസികളുണ്ട്. അവരാണ് കൂടുതലുള്ളത്. ലൈസൻസ് ഉള്ളത് 573 പേരാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ലൈസൻസ് ഉള്ളത് ഇപ്പോൾ നിലവിൽ. ഏകദേശം 1500 മേലെ ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് 2 ഇരട്ടി ലൈസൻസ് ഇല്ലാത്തവരാണ്. ഈ ലൈസൻസ് ഉള്ളവർക്ക് ഈ വെരിഫിക്കേഷനെല്ലാം കഴിഞ്ഞ് ആണ് അവർക്ക് ലൈസൻസ് കിട്ടുന്നത്. മറ്റവർക്ക് ഇതൊന്നും ബാധകമല്ല. ഓഫീസ് പോലും ഇല്ലാതൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. കിട്ടുന്ന കാശ് വാങ്ങിച്ച് അതിന് അവരുടെ ലാഭം എടുത്ത് ബാക്കി കൊടുക്കുന്ന ഒരു രീതി ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ കുറേ ഏജൻസികൾ ചെയ്യുന്നത്. ഇതൊക്കെ ഇവർ ചെയ്യുന്നതും ഒക്കെ ഞങ്ങളുടെ മേലെയും കൂടി അതിൻ്റെ പഴി വരുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ലൈസൻസിങ് വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യണം. ഞങ്ങൾ ഇല്ലാത്തവരുടെ ലിസ്റ്റൊക്കെ പല പ്രാവശ്യം ഞങ്ങൾ പോലീസിന് കൊടുത്താണ്. പക്ഷേ അവർക്ക് സമയം കൊടുക്കും ഇതെടുക്കാൻ. പക്ഷേ അവരോട് അടച്ചു പോകാൻ പറയില്ല. കേരളത്തിന് പുറത്ത് ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. കാരണം ഇവിടുന്ന് കേരളത്തിൽ ഒരാൾ പൂനെയിൽ പോയി കമ്പനി തുടങ്ങിയിട്ട് ലൈസൻസ് ഇല്ലാതെ തുടങ്ങിയതാണ്.
അവിടുന്ന് SI-യും 3 പോലീസുകാരും വന്നു ഇവിടെ വീട്ടിൽ അറസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് നടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽസ് ആയിട്ടുള്ള ഓണേഴ്സും ഉണ്ടാകാം, അങ്ങനെയുള്ളവർക്ക് ഈ ലൈസൻസ് കിട്ടില്ല. അപ്പോൾ ഇതിന് 1 വർഷം തടവും 25,000 രൂപ പിഴയുണ്ട്. രണ്ടും കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്. അത്രയും ഉള്ള ആക്റ്റാണ്. ആ ആക്ട് പ്രകാരം ലൈസൻസ് നിർബന്ധമാണ്. ഇത് എടുക്കാതെ പലരും ഓഫീസ് റൺ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിയമവിരുദ്ധമാണ്. അത് തടയുകയും ചെയ്യണം എന്ന് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ചെയ്യേണ്ടത്. ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസാണ്. പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസീസ് റെഗുലേഷൻ ആക്ട് 2005 പ്രകാരമുള്ള ലൈസൻസാണ് ഇതിന് വേണ്ടത്. അതുകൂടാതെ ഇപ്പോൾ പലരും ഇത് വർക്ക് ചെയ്യുന്നത് ലേബറിൻ്റെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ESI, PF, GST ഇത്ര എടുത്തു കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യും. ഈ ലൈസൻസ് സെക്യൂരിറ്റി ഏജൻസി തുടങ്ങണമെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ലൈസൻസുകൾ കൊടുക്കുക. ലേബറിൻ്റെയും GST-യും ESI, PF ഒക്കെ. അപ്പോൾ ഒരുവിധമുള്ള ലൈസൻസ് ഇല്ലാത്തവരൊക്കെ ഒഴിവായി പോകും. ലൈസൻസ് കിട്ടില്ല എന്ന് ഉറപ്പുള്ളവരൊക്കെ ഉണ്ടാവും. കാരണം ക്രിമിനൽ കേസൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കാരണം ഈ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഓൾ കേരള എടുക്കണമെങ്കിൽ 25,000 റുപ്പീസാണ് ഗവൺമെൻറ് ഫീസ്. പിന്നെ 3,000 രൂപ വെച്ച് ഒരാൾക്ക് ഇപ്പോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ ഒരാളെ ഉള്ളൂങ്കിൽ 3,000 പോലീസ് വെരിഫിക്കേഷൻ കൊടുക്കണം. അത് ഈ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ വഴിയാണ് അവർ ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് ആയിട്ടൊന്നും നമുക്ക് കിട്ടില്ല, അവരവിടെ നിന്ന് അന്വേഷിക്കുക. പിന്നെ ഇതിന് ട്രെയിനിങ്ങിൻ്റെ ഇതുണ്ട്. ട്രെയിനിങ്ങിൻ്റെ MOU വേണം. എല്ലാ സെക്യൂരിറ്റി ഗാർഡ്സും ട്രെയിൻഡ് ആയിരിക്കണം എന്നുള്ള നിയമമുണ്ട്. അതൊന്നുമില്ല. വരുന്നവരും പോകുന്നവരും ഒക്കെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 70,000 രൂപ ഇതിൽ ചിലവ് വരും ഈ ലൈസൻസ് എടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് ഒഴിവാക്കാനാണ് പലരും ഈ ഒരാളെയൊക്കെ കാണിച്ച് ലേബറിൻ്റെ ലൈസൻസ് കൊടുക്കും. 100 രൂപയുടെ കാര്യമുള്ളത്. ESI, PF കൊടുക്കാൻ വേറെ പൈസയുടെ ആവശ്യമില്ല. GST-ക്കും വേറെ പൈസയുടെ ആവശ്യമില്ല. കൺസൾട്ടന്റിനുള്ള പൈസ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് സെക്യൂരിറ്റി ഏജൻസി എന്ന് പറഞ്ഞവർ റൺ ചെയ്യുകയും ചെയ്യും. അവർക്ക് ആഭ്യന്തര വകുപ്പിൻ്റെ ലൈസൻസും ഉണ്ടാവില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ലൈസൻസ് ഇല്ലാത്തവരെ അവർക്ക് സമയം കൊടുക്കാതെ ലൈസൻസ് എടുത്തതിന് ശേഷം തുറന്ന് പ്രവർത്തിക്കാൻ മാത്രം സമ്മതിക്കുക. അതല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്രിമിനൽസായ ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ജോലിക്ക് വരുന്നതും അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ തടയണമെങ്കിൽ ഈ ലൈസൻസ് നിർബന്ധമൊക്കെ, അതുപോലെ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും വളരെ കാര്യക്ഷമമായിട്ട് ഈ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ വഴി തന്നെ ചെയ്യാനുള്ള ഒരു ആവശ്യം കൂടി ഞങ്ങൾ പറയുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം.